നടിയായും നർത്തകിയായും മീര കൃഷ്ണൻ എന്ന നടിയെ മലയാളികൾക്ക് പരിചയമാണ്. മലയാള ടെലിവിഷൻ സീരിയലുകളിലും സിനിമകളിലും സജീവമായ മീര സിനിമയിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് എത്തുന്നത്. ഫ്ലവേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്തിരുന്ന 3 മണി എന്ന പരമ്പരയാണ് നടി മലയാളത്തിൽ അവസാനമായി ചെയ്തത്. പ്രൊഫഷണൽ ക്ലാസിക് ഡാൻസറായിരുന്ന മീര വിവാഹശേഷം ചെന്നൈയിലാണ് സ്ഥിരതാമസമാക്കിയിരുന്നത്. തമിഴ് സീരിയലുകളിൽ സജീവമായിരിക്കുന്ന താരം അമ്മ വേഷങ്ങളിൽ കൂടെയാണ് കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. വിജയ് നായകനായ ബീസ്റ്റ് സിനിമയിലേക്ക് ഒരു അവസരം ലഭിച്ചിരുന്നു. ഒരു വിജയ് ഫാൻ എന്ന നിലയിൽ ഒരുപാട് സന്തോഷിച്ചിരുന്നു. പക്ഷേ അതിൽ പ്രായമുള്ള ഒരു കഥാപാത്രമായിട്ടായിരുന്നു. എനിക്ക് അവർ ഉദ്ദേശിച്ച പ്രായമില്ല എന്ന് പറഞ്ഞ് അവസാനം വേണ്ടെന്ന് വെച്ചു. എനിക്ക് സൂര്യ, കാർത്തി, വിജയ്, കമൽഹാസൻ ഇവരുടെയൊക്കെ കൂടെ അഭിനയിക്കാൻ നല്ല ആഗ്രഹമുണ്ട്. ഇപ്പോൾ 2 സീരിയലാണ് ചെയ്യുന്നത്. നായിക എന്ന സീരിയൽ ചെയ്യുമ്പോൾ അത് മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ചെയ്യുന്ന 2 സീരിയലുകളിലും മെയിൻ റോളുകളാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വീട്ടിൽ സമയമൊക്കെ കുറവാണ്. പക്ഷേ നല്ല ടീമായതുകൊണ്ട് മക്കളുടെ കൂടെ ഇരിക്കണം, എന്തെങ്കിലും ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അവർ എന്നെ വിടാറുണ്ട്. കേരളത്തിലെ കോട്ടയം ജില്ലയിലാണ് ഞാൻ ജനിച്ചതും വളർന്നതുമൊക്കെ. ഞാൻ മലയാളിയാണെന്ന് പറഞ്ഞാൽ ആരും ഇപ്പോൾ വിശ്വസിക്കാറില്ല. സ്കൂൾ കാലഘട്ടം മുതൽ ഡാൻസ് ചെയ്യാറുണ്ട്. ക്ലാസിക്കൽ ഡാൻസിലെ എല്ലാ ഫോമും ഞാൻ പഠിച്ചിട്ടുണ്ട്. പിന്നെ കവിത, തിരുവാതിര, ഒപ്പന, ഫാൻസി ഡ്രസ്സ്, ഓട്ടൻതുള്ളൽ, അങ്ങനെ എല്ലാ ഐറ്റവും സ്കൂൾ ടൈമിൽ ചെയ്യുമായിരുന്നു. ഇതൊക്കെ കേരളത്തിലെ സ്പെഷ്യൽ കലാരൂപങ്ങളാണ്. ഇതൊക്കെ സ്കൂൾ കലോത്സവത്തിൽ ചെയ്താൽ കൂടുതൽ പോയിന്റ് വാങ്ങുന്ന ആൺകുട്ടിക്കും പെൺകുട്ടിയും കേരളത്തിൽ ശ്രദ്ധ പിടിച്ചു പറ്റാറുണ്ട്. സിനിമയിലേക്ക് ആളുകൾ വിളിക്കും. അങ്ങനെ വരുമ്പോൾ മഞ്ജു വാര്യർ മാമൊക്കെ അങ്ങനെ ഡാൻസിൽ പേരെടുത്താണ് സിനിമയിലേക്ക് വരുന്നത്. ഞാനും അങ്ങനെ തന്നെയാണ് വന്നത്. ഒരു പുതിയ സിനിമയിലേക്ക് എൻ്റെ കലോത്സവത്തിൽ കണ്ടിട്ട് വിളിക്കുകയായിരുന്നു. ഞാൻ പ്രതീക്ഷിക്കുകയോ ആഗ്രഹിക്കുകയോ സ്വപ്നം കാണുകയോ ചെയ്യാത്ത എന്നെ തേടി വന്ന സൗഭാഗ്യമാണ് എൻ്റെ അഭിനയ ജീവിതം. എൻ്റെ ആദ്യ സിനിമ നെടുമുടി വേണു അങ്കിളുടെയും KPSC ലളിത ചേച്ചിയുടെയും കൂടെയായിരുന്നു.